പത്രസ്വാതന്ത്ര്യം. വായ പൊളിച്ച് കണ്ണു തുറച്ച് വസ്ത്രബന്ധമില്ലാതെ കിടക്കുന്ന ജഡമെടുത്ത് ന്യൂസ് ഡെസ്കിൽ മലർത്തി വെക്കാൻ അറപ്പില്ലാത്ത പത്രസ്വാതന്ത്ര്യം. റൈറ്റ് ടു ഇൻവെസ്റ്റിഗേഷൻ. കൊണ്ടാടിയ ക്രിമിനലുകളുടെയും ഫ്രോഡുകളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും കുമ്പസാൽ ക്ലിപ്പിംഗ്സ്. റൈറ്റ് ടു ഇൻഫർമേഷൻ. നാലാംകിട വേശ്യാരത്നങ്ങൾ നാടടച്ച് അപരാധിച്ചതിന്റെ കഥന പീഡന കഥകൾ. ബൈറ്റ്സ്, ബ്രേക്കിംഗ് ന്യൂസ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അടുക്കളപ്പുറത്തും കിടപ്പറയിലും കുളിപ്പുരയിലും പിന്നെ അടിപ്പാവാടയുടെ അപ്പുറം വരെ അനുവാദമില്ലാതെ ചെന്ന് കയറുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻസ്, ഒളി ക്യാമറകൾ, ഒളി ഫോൺ. റൈറ്റ് ടു യെസ്. പത്രസ്വാതന്ത്ര്യം. പത്രസ്വാതന്ത്ര്യം അവസാനിക്കുന്നത് ഇവിടെ, അറ്റ് ദ ടിപ്പ് ഓഫ് ദ സിറ്റിസൺസ് നോസ്. പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത്. അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്രസ്വാതന്ത്ര്യമല്ല. അട്രോസിറ്റി. ജേർണലിസം അല്ല, ജിങ്കോയിസം. മാധ്യമധർമ്മമല്ല, മാധ്യമ ഭീകരത. മീഡിയ ടെററിസം, മാധ്യമ നരഭോജിത്വം, മീഡിയ കാനിബാലിസം. നിന്നെ വളച്ചൊടിച്ച് വരുതിക്ക് നിർത്താൻ പഴയ തുക്കിടി സാഹിബിന്റെ പടുക്ക വേണ്ട. പദവിയും പത്രാസും ജൂറിസ്ഡിക്ഷനും വേണ്ട ജോസഫിന്. മോനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ. മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല. പണ്ടത്തെ പോലെ തന്നെ മുണ്ടുടുക്കാറുണ്ട് ജോസഫ് ഇപ്പോഴും. അതെടുത്ത് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ മടക്കി കുത്താറുണ്ട്. ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ.